അസ്സലാമു അലൈക്കും. ഞാനിന്ന് ചെയ്യുന്നത് ഒരു മിൽക്ക് കേക്കിൻ്റെ ചെയ്തിട്ട് അതൊരു പുഡിംഗ് രൂപത്തിലേക്ക് ആക്കുകയാണ്. വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടി ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. മിൽക്ക് കേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കാരണം. അപ്പോൾ ഇതൊരു പുഡിങ്ങിൻ്റെ രൂപത്തിലേക്കാണ് ഞാൻ ചെയ്തെടുക്കണത് കേട്ടോ. ഇതിൻ്റെ അളവൊന്ന് നോക്കിയാൽ നമുക്ക് ഫ്ലോപ്പാകാത്ത കൃത്യമായിട്ടുള്ള അളവാണ്. 2.5 കപ്പ് മൈദ, 250 ml 2.5 കപ്പ് മൈദ. ഇതിലേക്ക് 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഇനി നമുക്കിത് അരിപ്പിയിലൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതൊരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത്. ഒരു പ്രാവശ്യം പോരെയെന്ന് എഴുതിയിട്ട് ചെയ്യരുത്. അപ്പോഴേ ഒരേ ലെവലിൽ നമുക്കിത് ബാറ്റർ പൊന്തി കിട്ടുള്ളൂ. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ സ്ഥലത്തും എത്തണം എന്നുണ്ടെങ്കിൽ ഇത് 3 പ്രാവശ്യം തന്നെ അരിപ്പിയിൽ അരിച്ചെടുക്കണം. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാട്ടോ ഈ അരിപ്പെടുത്തത്. ഇനി നമ്മളിതിലേക്ക് 10 മുട്ടയാണ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ വാനില എസൻസ്, ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പത്ത് മുട്ട ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം ബീറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു കളർ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 2.5 കപ്പ് പൊടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ 2.5 കപ്പ്. 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിക്കുക. ആ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ബീറ്റായി വരുമ്പം നല്ല ക്രീമി പരുവത്തിലായിരിക്കും കേട്ടോ. ഒരു പ്ലഫി പോലെ നല്ല ക്രീമി പരുവത്തിലാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഓയിൽ നമുക്ക് 1/2 കപ്പിൽ നിറച്ചെടുക്കാം കേട്ടോ. കാരണം ഒരു 10 മുട്ടയൊക്കെ വെച്ച് ചെയ്യണതല്ലേ, അതുകൊണ്ട് 1/2 കപ്പിൽ നിറയെ എടുക്കാം ഓയിൽ. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ. ഇതിലേക്ക് പൊടി ചേർത്തിട്ട് പാലും ഒരു കപ്പ് പാലും വെച്ചിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ലൂസിലാണ് വേണ്ടത്. പൊടി ചേർത്ത് ഇതാക്കുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചില വെച്ച് ചെയ്താലും മതി. പൊടി നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തിട്ടേക്ക് പൊടി ചേർത്ത് കൊടുക്കുമ്പം കുറഞ്ഞ സ്പീഡിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ബാറ്റർ. എന്നിട്ട് ഇത് ഓവനിൽ വെച്ചുകൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. ഇനി ഇത് 2 ലെയറായി. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇത് നടുക്ക് മുറിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇതൊരു ഫങ്ഷന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് പാല് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ചെമ്പിൽ വെച്ചിട്ടാണ് ഇളക്കണത്. 2 ലിറ്റർ പാലുണ്ട്. അതിലേക്ക് ഞാൻ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന്, ആ ടിന്ന് മുഴുവനും പിന്നെ ചെറിയ ടിന്നുണ്ടാവില്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല മധുരത്തിൽ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെ വിപ്പിംഗ് ക്രീം 1 കപ്പാണ് ചേർത്തത്. ഇനി ഈ കേക്കിൻ്റെ ഞാൻ പറഞ്ഞില്ലേ 2 പീസാക്കി വെച്ചു കേക്ക്. ആദ്യത്തെ ഒരു പീസ് എടുത്തിട്ട് ഒരു ഡ്രയിൽ വെച്ചപ്പം കണക്കായിരുന്നു കേട്ടോ. നീളമൊക്കെ നല്ല
പുഡിങ്ങിൻ്റെ ട്രേയിലാണ് വെച്ച് കൊടുത്തത്. ഇനി അത് കുതിരോളം ഈ പാലിൻ്റെ മിക്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനൊരു ഒരു കപ്പ് എടുത്തിട്ട് ആദ്യം ബീറ്റ് ചെയ്തു, പിന്നെ തികയാത്തതുകൊണ്ട് വീണ്ടും ബീറ്റ് ചെയ്യുക ചെയ്തത്. അത് ഇത് മധുരമല്ലേ, വിപ്പിംഗ് ക്രീമായിരുന്നു. റിച്ചസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഫിയോണയൊക്കെ ആണെങ്കിൽ ഒരു തുള്ളി മധുരം പൊടിച്ച് ചേർക്കേണ്ടി വരും. എന്നിട്ട് കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് നിങ്ങൾ വിപ്പിംഗ് ക്രീം മധുരം ഉണ്ടോ നോക്കണേ, ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പുഡിങ്ങിനാകുമ്പം മധുരം വേണ്ടി വരില്ല, കാരണം നമ്മൾ ആ മിക്സിൽ നല്ല മധുരത്തിൽ ആ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറഞ്ഞ സ്പീഡിൽ ആദ്യം 1-ലിടുക, പിന്നെ 2-ലിടുക, 3-ലിടുക, അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ടിത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു നീങ്ങാത്ത രൂപത്തിലാവുകയോളം നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനത് സ്റ്റാർ നോസിലിട്ടിട്ട് ഇതിൽ മുഴുവനായിട്ട് ആ ഡിസൈൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ പിസ്തയും ബദാമും നീളത്തിലരിഞ്ഞിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് അത് നീളത്തിലരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തു. ഈ ഒരു 3 കിലോ ബാറ്റർ, ഈ 10 മുട്ട വെച്ച് ചെയ്ത ബാറ്റർ കൊണ്ട് 2 ട്രേയിൽ, വലിയ ട്രേ ആയിരുന്നു, അതിൽ 2 ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് കഴിഞ്ഞ് കേട്ടോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ സെയിൽ ചെയ്യണവർക്കും ഇതൊരു 1000 രൂപയൊക്കെ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളതിൽ മിൽക്ക് മെയ്ഡും പിന്നെ വിപ്പിംഗ് ക്രീമും ഒക്കെ അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളല്ലേ. പിന്നെ ഇതിൽ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ, നല്ലോണം നട്ട്സ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ്, ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ പിസ്തയായാലും ബദാമായാലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും.